കേരളത്തിലെ ഏറ്റവും വലിയ ഗായകൻ പി ജയചന്ദ്രൻ ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലിയ സംഭാവനകളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മലയാളം സിനിമയിൽ എക്കാലവും അലതല്ലിക്കൊണ്ടേയിരിക്കും. കാരണം എല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ല ഇങ്ങനത്തെ കഴിവ്. ഗാനഗന്ധർവൻ ദാസേട്ടൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഗായകൻ പി ജയചന്ദ്രൻ ആയിരുന്നു. 16,000 പാട്ടുകളാണ് അനവധി ഭാഷകളിൽ ജയചന്ദ്രൻ പാടിയിട്ട് പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. നാഷണൽ ഫിലിം ഫെയർ അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം ഫെയർ അവാർഡ് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. JC ദാനിയൽ അവാർഡ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാവഗായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പാട്ടുകാരിൽ ഒരു വ്യക്തി പി ജയചന്ദ്രനാണ്. 2 തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ബഹുഭാഷകളിലാണ് ആ ഗാനങ്ങൾ പാടിയിട്ടുള്ളത് എന്ന് മാത്രം. മലയാളത്തിൽ പാടിയിട്ടുള്ള പാട്ടുകളിൽ അറിയപ്പെടുന്ന പാട്ടുകളാണ് മഞ്ഞളിയിൽ മുങ്ങി തോർത്തി, അതുപോലെ തന്നെ പ്രായം തമ്മിൽ നിറം എന്ന സിനിമയിലുള്ളത്, അതുപോലെ തന്നെ അറിയാതെ അറിയാതെ രാവണപ്രഭുവിലുള്ള ഗാനം, തമിഴിൽ വന്നിട്ട് രാസാത്തി ഉണ്ണെ കാണാതെ നെഞ്ച് എന്നുള്ള ആ പാട്ട് തുടങ്ങിയ ഒരുപാട് പാട്ടുകൾ മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിലൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ്, സ്വരം എടുത്തു പറയേണ്ടതാണ്. ഫീലുള്ള പാട്ടുകളാണ്. അതായത് പാട്ട് പാടിക്കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു പാട്ട് ഒരാൾ പാടുമ്പോൾ അത് ഹൃദയത്തിൽ തൊടാറില്ല. എല്ലാ ഗായകരുടെയും കാര്യമല്ല പറയുന്നത്. പി ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകൾ അപ്രകാരമായിരുന്നു. ഹൃദയത്തിൽ തൊട്ട് പാടുന്ന പാട്ടുകളാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പാടിയ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആളുകൾ ആഗ്രഹിച്ചിരുന്നു. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പാടിയ പാട്ടുകളും ഇപ്പോഴും പലരുടെയും ഹൃദയത്തിൽ അലതല്ലുകയാണ്. അതിൻ്റെ ഇമ്പമേറിയ സ്വരം ആരുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നില്ല. ദൈവം കൊടുത്ത ആ സ്വരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതുപോലെ സ്വരമുള്ള ആരും പിന്നെ കേരളത്തിൽ ന്യൂ ജനറേഷൻ ഗായകന്മാരുടെ ഇടയിൽ എഴുന്നേറ്റിട്ടില്ല. അപൂർവമായൊരു വ്യക്തിത്വമായിരുന്നു പി ജയചന്ദ്രൻ.